ഏറ്റവും പ്രധാനമായി നമുക്കറിയേണ്ടത് ഇപ്പോൾ സമയം 7:30 ആയിരിക്കുന്നു. ശ്രീ രഞ്ജിത്ത് പറയുകയുണ്ടായി, മഴയുണ്ട്, ഇടയ്ക്ക് മഴയുണ്ട്, മണ്ണിടിച്ചിലുണ്ട്. ഇതൊക്കെയാണ് ഇത്രമാത്രം രക്ഷാപ്രവർത്തനം തുടങ്ങാനും വൈകാനുമുള്ള സാഹചര്യം. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അർജുൻ എന്നുള്ളൊരു മുഖം മാത്രമേ മനസ്സിലുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് രക്ഷാപ്രവർത്തനം? രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം രഞ്ജിത്ത് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ അതിന് എത്ര സമയമെടുക്കുന്നു എന്നതാണ്. വളരെ വൈകിയാണ് പല തീരുമാനങ്ങൾ എടുക്കുന്നതും. അതും ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ അത് നേരിടാനുള്ള തക്ക രീതിയിലുള്ള തീരുമാനം ആണോ എന്ന സംശയവും ഉണർത്തുന്നുണ്ട്. ഏതായാലും വലിയ ദുരൂഹതയാണ് ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട്. കാരണം മാധ്യമങ്ങളെല്ലാം അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. ഈ ചൊവ്വാഴ്ച ഈ അപകടം നടക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്ന സമയത്ത് ആദ്യത്തെ 2 ദിവസം കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരൊന്നും ഇവിടെ എത്തിയിരുന്നില്ല. കർണാടകത്തിൽ നിന്ന മാധ്യമപ്രവർത്തകരാണ്. അവർക്കൊക്കെ ആ സമയത്ത് യഥേഷ്ടം അവിടെ വീഡിയോ എടുക്കാനും അവിടുത്തെ കാര്യങ്ങൾ പുറം ലോകത്ത് അറിയിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അത് കന്നഡ മാധ്യമപ്രവർത്തകർ തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. പിന്നീട് എന്തുകൊണ്ട് കഴിഞ്ഞ 2 ദിവസം ഈ രഞ്ജിത്തിനെ കാണാതായി എന്ന വിവരം പുറത്തു വന്നതിന് ശേഷമാണ് മാധ്യമപ്രവർത്തകരെ ആ ഭാഗത്തേക്ക് കടത്തിവിടുന്നത് തടയുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഇവരുടെ പ്രവൃത്തികളെല്ലാം ഏത് രീതിയിലാണ് ഈ ഇത്രയും വലിയൊരു ദുരന്ത മുഖത്ത് ഇതാണോ ഇവർ ചെയ്യേണ്ടതെന്നും മറ്റ് സംഘടനകളുടെ ഇത്തരത്തിലുള്ള രഞ്ജിത്തിനെ പോലുള്ളവരുടെ സേവനങ്ങൾ ഉപയോഗിക്കേണ്ട ഘട്ടമായിട്ടും അവരെ ഒക്കെ എന്തുകൊണ്ട് സഹകരിപ്പിക്കുന്നില്ല? ഏതായാലും രഞ്ജിത്തിന് ഇന്ന് അനുമതി ലഭിച്ചിരിക്കുന്നു ഈ സംഘവുമായി സഹകരിക്കാൻ. രഞ്ജിത്ത് അല്പസമയത്തിനകം ഇവിടെ എത്തും. ഈ സ്ഥലത്തേക്ക് രഞ്ജിത്ത് പോകുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി. ഏതായാലും രഞ്ജിത്തിന്റെ സേവനം ഉപകാരപ്പെടും. ഒപ്പം ഈ സൈന്യം കൂടി എത്തുന്നതോടുകൂടി ഇന്ന് വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഓരോ മലയാളികൾക്കും ഉള്ളത്. കേരളമാകെ ഉറ്റുനോക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നു. അതിന്റെ ഫലം ഗുണം ഉണ്ടായിരിക്കുന്നു. അത് ഏതായാലും വലിയ ഉപകാരമാവും. ഏതായാലും ഇപ്പോഴും ജീവന്റെ തുടിപ്പ് ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. രഞ്ജിത്തിന്റെ കുടുംബവും ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എടുക്കുക. അതായത് നേരത്തെ വളരെ വൈകാരികമായാണ് പ്രസാദ് പ്രതികരിച്ചത്. ജീവനോടെയാണ് തങ്ങളുടെ ജ്യേഷ്ഠനെ വേണ്ടത്. അല്ലാതെ ഈ രീതിയിൽ ഈ തെരച്ചിലും മറ്റും നടത്തുകയാണെങ്കിൽ അത് വലിയ ആശങ്കയാണ് കുടുംബത്തിനുണ്ടാക്കുന്നത് എന്നതിനെയാണ് അവർ വെളിവാക്കിയത്. വലിയ തോതിലുള്ള വൈകാരികമായ പ്രതികരണം തന്നെയായിരുന്നു. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഈ കാര്യത്തിൽ വളരെ പെട്ടെന്നുള്ള തീരുമാനം ഉണ്ടാവണം. ഈ സൈന്യം വരുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ആ സമയം ഇനി ഓരോ സമയവും ഓരോ മണിക്കൂറുകളും വിലപിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള തെരച്ചിൽ ഇനിയെങ്കിലും വളരെ വൈകിയാണെങ്കിലും ഇപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും രഞ്ജിത്ത് അല്പസമയത്തിനകം ഈ സ്ഥലത്തെത്തും. രഞ്ജിത്തും ഈ രക്ഷാപ്രവർത്തന ദൌത്യത്തിന് പങ്കാളിയാവും. കൂടുതൽ ഈ പ്രതീക്ഷ നമുക്ക് നൽകുന്ന ഒരു വലിയ ദിവസം തന്നെ, ഒരു നല്ല വാർത്ത ഏത് സമയത്തും നമുക്ക് നൽകാനായി നമ്മളിവിടെ ഉണ്ടാകും. നമ്മൾ അതിനാണ് ഇവിടെ കാത്തിരിക്കുന്നതും. തീർച്ചയായും അത് തന്നെയാണ്. രക്ഷാദൌത്യം സാവധാനത്തിലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഓരോ മണിക്കൂറും ഗോൾഡൻ ഹവേഴ്സാണ്. അത്രമാത്രം പ്രാധാന്യമുണ്ട് ഓരോ മണിക്കൂറിനും. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്നതും ആശ്വാസകരമാണ്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു സംസ്ഥാനമാണ്. അവിടെ കേരളത്തിലെ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ആ പരിമിതികളിൽ നിന്നും കവിച്ചുകൊണ്ട് തന്നെ വലിയ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സൈന്യമടക്കം ഇറങ്ങുന്നത്. ആദ്യ ദിവസത്തിൽ ഉണ്ടായിരുന്ന ആ വേഗത കുറവ് മാറിയെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാരിനടക്കം വലിയ ഇടപെടലുണ്ട്. ആ കാര്യത്തിലും തർക്കമില്ല. എന്തായാലും